ഇതുപോലൊരു പോർക്ക് വരട്ടിത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? എന്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നറിയോ. കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. ഞാൻ തലേ ദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മുടെ മെയിൻ ഐറ്റം. പണ്ടാരത്തിന് ഒടുക്കത്തെ പൈസയായ കാരണം ഞാനൊരു തരി പോലും കളഞ്ഞില്ല. നെക്സ്റ്റ് മെയിൻ ഐറ്റമാണ് ചെറുള്ളി. ചെറുള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ മാത്രം സവാള ഇടാം. എന്നിട്ട് സവാള മൂക്കുമ്പോൾ ജിഞ്ചർ ഗാർലിക് ഇടാം, ചതച്ചത് പേസ്റ്റ്. എന്നിട്ട് ആ മാരിനേറ്റ് ചെയ്ത പോർക്കില്ലേ അത് കുക്കറിലിടാം. 2 വിസിലടിക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ആ നേരം കൊണ്ട് മല്ലിപ്പൊടിയുടെ ഇളക്കുക, മുളക് പൊടിയുടെ ഇളക്കുക, മഞ്ഞൾപ്പൊടിയുടെ ഇളക്കുക. ഇളക്കലിസ് നിർബന്ധം. അത് കഴിഞ്ഞിട്ട് തക്കാളിയുടെ ഇളക്കുക. തക്കാളി നന്നായി ഉടഞ്ഞു വരുമ്പോൾ മല്ലിയിലയുടെ ഇളക്കുക. ഇനി ഇവനാണ് അടുത്ത മെയിൻ ഐറ്റം, പെരിഞ്ചീരകം റോസ്റ്റ് ചെയ്ത് പൊട്ടിച്ച് വെച്ചത്. അതാണ് നമ്മുടെ ടേസ്റ്റ് കൊട്ടുന്ന സാധനം. ഈ കുക്കറിനകത്തുനിന്ന് പോർക്ക് വെന്ത് വരുമ്പോൾ തെളിഞ്ഞ് വരുന്ന നെയ്യില്ലേ അതെടുത്ത് അങ്ങനെ കട്ടി കളഞ്ഞേക്ക്. മീൻസ് ആ ഓയിൽ അത് വേണ്ട കേട്ടോ, നമുക്ക് ഫാറ്റാണല്ലോ ഫേറ്റ്. ഇനി പോർക്ക് കുറേശ്ശെ ഇടുക, സൈഡിൽ നിന്ന് ഇളക്കിയെടുക്കുക. കണകുണാന്ന് പറഞ്ഞ ഒരുമാതിരി ദ്രോഹിക്കരുതേനെ, എല്ലാം ഇളക്കുക. അപ്പം ആ യെല്ലോ ഉടയാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നിങ്ങളുടെയൊക്കെ വായില വെള്ളം വന്നില്ലേ? ഇനി വേഗം ട്രൈ ചെയ്തോ. അപ്പം ടാറ്റാ.